സഞ്ചാരയോഗ്യമായ വഴിയോ അടച്ചുറപ്പുള്ള വീടോ ഇല്ലാതെ സോറിയാസിസ് ബാധിതനായ മകനുമായി ദുരിതം അനുഭവിക്കുകയാണ് തൃശൂരിലെ ഒരു കുടുംബം. പീച്ചി പാണശ്ശേരി പഞ്ചായത്തിലെ സൗമിനിയുടെ കുടുംബമാണ് അസുഖബാധിതനായ മകനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. ഇത് പാണഞ്ചേരി പഞ്ചായത്തിലെ പയ്യനത്തെ സൗമിനിയുടെ കുടുംബമാണ്. സാമ്പത്തികമായും രോഗങ്ങളാലും ഏറെ ദുരിതമനുഭവിക്കുകയാണിവർ. പുറമേ നിന്ന് നോക്കുന്നത് പോലെയല്ല വീടിനുള്ളിലെ സ്ഥിതി. മഴയത്ത് ചോർന്നൊലിക്കുന്ന വീട്ടിൽ പേടിയോടെയാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും വീട് ലഭിച്ചില്ല. സോറിയാസിസ് ബാധിതനായ മകൻ സഞ്ജയ്ക്ക് ഹെർണിയ, തൈറോയിഡ് തുടങ്ങി കരൾ സംബന്ധമായ മറ്റു രോഗങ്ങളുമുണ്ട്. 90 കിലോ ഭാരമുള്ള സഞ്ജയെ അസുഖം മൂർച്ഛിച്ച ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ടുപോകണം. ശരിയായൊരു വഴിയില്ലാത്തതിനാൽ അതിനും സാധിക്കാത്ത അവസ്ഥയാണ്. ഇതുവരെ ഞങ്ങൾക്കൊരു വീടോ ഒരു വഴിയോ ഞങ്ങൾക്കില്ല. എൻ്റെ മകന് വയ്യാണ്ടാവണമെന്നാണ്. മകന് ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും ലിവറിന് കുഴപ്പവും സോറിയാസിസും ഒക്കെയുള്ള കുട്ടിയാണ്. ഞാൻ ഈ വഴിക്ക് വേണ്ടി പറഞ്ഞ ആൾക്കാർക്ക് ഈ കാർഡ് കിട്ടിയ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് ആ കാർഡ് ഇവിടെ എൻ്റെ കയ്യിലെത്തിക്കാൻ സമ്മതിച്ചില്ല. ഇക്കഴിഞ്ഞ കാലയളവിൽ സൗമിനിയുടെ അമ്മയും ക്യാൻസർ ബാധിതനായ ഭർത്താവും മരിച്ചിരുന്നു. അവരുടെ മൃതദേഹങ്ങൾ പോലും വീട്ടിലേക്ക് എത്തിക്കാൻ ഏറെ ബുദ്ധിമുട്ടി. 2017 അന്നത്തെ കളക്ടർ ഇവിടം സന്ദർശിച്ച പഞ്ചായത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. വീട്ടിലേക്ക് മുകളിലൂടെ മറ്റൊരു വഴി ശരിയാക്കാമെന്ന് പറഞ്ഞെങ്കിലും ആ വഴി പകുതിയിൽ നിലച്ചു. ഇവരെ കൊണ്ട് ഗ്രാമസഭയിലേക്കാണ് ആദ്യം അപേക്ഷ വെപ്പിച്ചത്. അതിന് ഇവിടുത്തെ പരിസരവാസികളൊക്കെ ആ അപേക്ഷയിൽ ഒപ്പിട്ട് തന്ന് നമ്മൾ ഗ്രാമസഭയിൽ വെച്ചു. ഗ്രാമസഭയിൽ വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ലൈഫ് മിഷൻ പ്രകാരം ഇവർ 2018 ഇവർ ഗുണഭോക്താവായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെ വീട് വന്ന് നോക്കി പരിശോധിച്ചിട്ട് ആ ലൈഫ് മിഷനിൽ ഇവർ അർഹരല്ല എന്ന റിപ്പോർട്ടാണ് അവിടെ എടുക്കുന്നത്. വീട്ടിൽ നിന്ന് 400 മീറ്റർ അകലെയാണ് പ്രധാന വഴിയുള്ളത്. അവിടേക്ക് എത്തണമെങ്കിൽ സമീപത്തുള്ള പറമ്പുകളിലൂടെ വേണം പോകാൻ. അസുഖബാധിതനായ മകനെ പരിചരിക്കുന്നതിനാൽ സൗമിനിക്ക് പുറത്തു പോകാനാകില്ല. മൂത്ത മകൻ സംഗീത് കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. അധികൃതർ കണ്ണു തുറക്കണമെന്നും കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും പ്രദേശവാസികളും പറയുന്നു. ഒരു സഹകരണങ്ങളും ഇവിടെ ഉണ്ടാവുന്നില്ല. അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കണം. താൽക്കാലികമായി മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങളും ഭരണകർത്താക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. സൗകര്യമുള്ള ഒരു വീടും സഞ്ചാരയോഗ്യമായ ഒരു വഴിയുമാണ് കുടുംബത്തിന് ആവശ്യം. അധികൃതർ കനിഞ്ഞാൽ മകന് മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ കഴിയുമെന്നാണ് ഈ അമ്മയുടെ പ്രതീക്ഷ. അമൃത ന്യൂസ്, തൃശൂർ.